സ്കൂൾ ബസ്സുകൾക്ക് അമിതമായ പ്രാധാന്യമാണ്, സ്കൂൾ ബസ്സിനും സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർക്കും അമിതമായ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ വർഷവും ഈ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കുള്ള പരിശീലനം, അതുപോലെ ആയമാർക്കുള്ള പരിശീലനം, അതുപോലെ തന്നെ വാഹനങ്ങളുടെ പരിശോധന, ഇതൊക്കെ തന്നെ എല്ലാ വർഷവും ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യവും നമ്മൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഈ വാഹനങ്ങളെല്ലാം അവിടെ വിളിച്ചു വരുത്തുകയും അതേപോലെ തന്നെ ഈ വാഹനങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പരിശോധിക്കുകയും. അപ്പോൾ ഇവിടെ നോക്കും, നമുക്ക് ആ ഇൻഡിക്കേറ്റർ ഇടുന്ന സ്വിച്ചുകൾ അങ്ങനെയുള്ള, അതുപോലെ വയറുകളൊന്നും ലൂസായി കിടക്കാൻ പാടില്ല, അതെല്ലാം അവർ ടൈ ചെയ്ത് കെട്ടും. CFന് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ടൈ ചെയ്ത് കെട്ടും. അതേപോലെ തന്നെ ഡ്രൈവർ യൂണിഫോം ഒക്കെ ഇപ്പം മാറ്റിയിട്ടുണ്ട്. ഇപ്പം വെള്ളയും കറുപ്പും, വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും ആയിട്ടുണ്ട്. അതുപോലെ അവർക്കൊരു ടാഗ് ഉണ്ടാവും, അതായത് സ്കൂളിൻ്റെ ടാഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്നത്തെ ട്രെയിനിങ്ങിൽ അവർ പങ്കെടുത്ത് കഴിയുമ്പോൾ അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ID കാർഡ്, ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് നൽകും. അപ്പോൾ ഇതെല്ലാം അതായത് ഏറ്റവും കൂടുതൽ ഈ സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ, സ്കൂൾ ബസ്സിൽ ഓടിക്കുന്നത് എല്ലാ കാലത്തും നല്ല പക്വതയുള്ള ഡ്രൈവർമാരായിരിക്കും. അതായത് ലൈസൻസ് എടുത്ത് 10 വർഷം കഴിഞ്ഞവരായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എക്സ് സർവീസുകാർ, അതായത് ഇവർക്ക് രാവിലത്തെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാവിലെ കുട്ടികളെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ ഏത് സ്കൂളായാലും 1-2 ഡ്രൈവർമാരോടെ നിന്നാൽ മതി, ബാക്കിയുള്ളവർക്കെല്ലാം പോവാം. അവർ പോയി വീട്ടിലെ ജോലികളും കഴിഞ്ഞ്, എന്നാൽ അവർ ഇതൊരു സബരിയായിട്ട് എടുത്ത് ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മാക്സിമം, അതായത് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വാഹനങ്ങളുടെ സീറ്റുകൾ, അതേപോലെ തന്നെ ഇതിനകത്ത് സ്പീഡ് ഗവർണർ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ സ്പീഡ് ഗവർണർ 50 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. സ്കൂൾ പരിസരത്തൊക്കെ 30 കിലോമീറ്ററാണ്. അതേപോലെ തന്നെ GPS എന്ന് പറഞ്ഞ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. അത് നമ്മൾ ഈ വാഹനം എവിടെ നിന്ന് പോകുന്നു, എത്ര സ്പീഡിൽ പോകുന്നു, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, ജെർക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം. അതുപോലെ വിദ്യാവാഹന ആപ്പ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. അതിലും അതായത് രക്ഷകർത്താക്കൾക്ക് വേണ്ടിയിട്ടാണ്. സ്കൂളുകാർ രക്ഷകർത്താക്കളെ ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് രക്ഷകർത്താക്കൾക്ക് ഈ കുഞ്ഞുങ്ങൾ വരുന്ന വാഹനങ്ങൾ എവിടെ എത്തി, അതിൻ്റെ മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അതുകൊണ്ട് സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശം വെച്ച് വളരെ കർശനമായിട്ടാണ് സ്കൂൾ ബസ്സുകൾ പരിശോധിക്കുന്നതും. അതുപോലെ തന്നെ സ്കൂൾ ബസ്സിൻ്റെ യാത്രകളും അത് ഇനിയുള്ള സമയങ്ങളിലും നമ്മൾ വളരെ കർശനമായിട്ട്, പ്രത്യേക സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. ഈ സ്കൂൾ തുറന്ന് ഒരു മാസക്കാലം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളെ കുത്തി നിറച്ചു കൊണ്ടുപോവുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൃത്യമായി പരിശോധിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്നൊരു സംവിധാനമുണ്ട്. ഇപ്പോൾ പുതിയ വാഹനങ്ങളിലാണെങ്കിൽ ഈ ഒരു സംവിധാനത്തിന്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ അത് ആവശ്യമില്ലാത്ത കാര്യം, ആ വാഹനത്തിൽ തന്നെ ഈ ഫയർ ഡിറ്റക്ടർ സംവിധാനമുണ്ട്. എവിടെയെങ്കിലും ഒരു ഫയറോ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനകത്ത് ലൈറ്റ് തെളിഞ്ഞ് അത് അറസ്റ്റ് ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ എൻജിൻ റൂമും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആ സംവിധാനങ്ങളെല്ലാം തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള വാഹനങ്ങൾ മാത്രമേ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി അനുവദിക്കുകയുള്ളൂ. സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്ക് വിധേയമാക്കി. കിഴക്കൻ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെയും പരിശോധനയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നത്. വാഹന പരിശോധനയുടെ ഭാഗമായി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് കുട്ടികളുമായി യാത്ര ചെയ്യാവുന്ന വാഹനങ്ങളിൽ പ്രത്യേക സുരക്ഷാ സ്റ്റിക്കറുകളും പതിപ്പിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ സിബു, അബ്ദുൽ സലാം എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച 150ഓളം വാഹനങ്ങളിൽ സുരക്ഷാ സ്റ്റിക്കറുകൾ പതിക്കുകയും ചെയ്തു. വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കും പ്രത്യേക പരിശീലന ക്ലാസും ഒരുക്കിയിരുന്നു. നെല്ലിപ്പള്ളി സീക്രട്ട് ഹാർട്ട് ചർച്ച് ഹാളിൽ വെച്ച് നടന്ന പരിശീലന പരിപാടിയിൽ പുനലൂർ ജോയിന്റ് RTO സുനിൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ വിനോദ് കുമാർ, BK സുദീപ് എന്നിവർ റോഡ് സുരക്ഷ, സ്കൂൾ വാഹനങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു. അപകടകരമായ സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് അഗ്നിസുരക്ഷാ വിഭാഗം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ BL രാജേഷ്, ഫയർമാൻ ട്രെയിനിമാരായ R രാഹുൽ, ചന്ദ്രൻ, ബിജോയ് പത്രോസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു.
ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.